CPIM അടുത്ത സമ്മേളനകാലം ആരംഭിച്ചു. അതുവരെ പരിചയസമ്പന്നനായ പ്രകാശ് കാരാട്ട് കോർഡിനേറ്റർ എന്ന നിലയിൽ ജനറൽ സെക്രട്ടറി ചെയ്യേണ്ട ജോലികൾ ഏകോപിപ്പിക്കും. സമ്മേളനകാലം തുടങ്ങിയപ്പോൾ മുതൽ CPIM അവലോകനങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തുവരുന്നുണ്ട്. PV അൻവർ നടത്തിക്കൊണ്ടിരിക്കുന്ന അടികൾ ഒരു വശത്ത്, CPIM വിലയിരുത്തൽ എന്ന പേരിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന മാധ്യമ റിപ്പോർട്ടുകൾ മറുവശത്ത്. ശരിക്കും എന്താണ് CPIM കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് വിലയിരുത്തിയത്? അക്കാര്യത്തിൽ ഇതുവരെ വ്യക്തത ഇല്ലാത്തതുപോലെയാണ് റിപ്പോർട്ടുകൾ. കേന്ദ്ര കമ്മിറ്റിയുടെ ഔദ്യോഗിക വിലയിരുത്തൽ ജൂൺ സമ്മേളനത്തിൽ തന്നെ കഴിഞ്ഞതാണ്. ആ 3 ദിവസത്തെ യോഗത്തിൽ നടത്തിയ വിലയിരുത്തലാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകളെല്ലാം. അത് സംസ്ഥാന കമ്മിറ്റിയെ അറിയിക്കുന്നതാണ് പുതിയ റിപ്പോർട്ടായി വാർത്തകൾ ആകുന്നത്. ആ പാർട്ടി വിലയിരുത്തലിലേക്കാണ് ഇന്നത്തെ സ്പോട്ട്ലൈറ്റ്. ശരിക്കും എന്താണ് CPIM കണ്ടെത്തിയത്? ഇപ്പോൾ പല മാധ്യമങ്ങളിലും വരുന്നത് പോലെ കുറെ പാർട്ടി പ്രവർത്തകർ പോയി BJPക്ക് വോട്ട് ചെയ്തു എന്നല്ല CPM കണ്ടെത്തിയിരിക്കുന്നത്. CPIM സംസ്ഥാന കമ്മിറ്റിയും കേന്ദ്ര കമ്മിറ്റിയും കണ്ടെത്തിയത് വളരുന്ന സമൂഹം എന്ന് അഭിമാനിക്കാവുന്ന കേരളത്തിന് ഒട്ടും ആശ്വസിക്കാവുന്ന കാര്യമല്ല. ഇതുവരെ പുതച്ചിരുന്ന മതേതര മേലങ്കികൾ കീറിയെറിഞ്ഞ് ബംഗാളിന്റെയും ത്രിപുരയുടെയും വഴിയിലേക്ക് കൂടുതൽ പേർ പോകുന്നു എന്നാണ് കേരളത്തെക്കുറിച്ചുള്ള കണ്ടെത്തൽ. അതിനെ പ്രതിരോധിക്കാൻ ലോകത്ത് എല്ലായിടത്തും എന്നതുപോലെ കേരളത്തിലും ഇടതുപക്ഷ മതേതര വഴികളില്ല എന്ന തിരിച്ചറിവും CPIMനുണ്ട്. CPIM കേന്ദ്ര കമ്മിറ്റി ഇതുവരെ എങ്ങനെയാണ് കേരളം അതിനെ പ്രതിരോധിച്ചത് എന്നും ഇപ്പോൾ എന്തുകൊണ്ടാണ് തകർച്ച ഉണ്ടായതെന്നും വ്യക്തമായി കണ്ടെത്തിയിട്ടുണ്ട്. റിപ്പോർട്ടിലെ ആ വരികൾ ഇങ്ങനെയാണ്: കയർ, കശുവണ്ടി, കൈത്തറി മുതലായ പരമ്പരാഗത വ്യവസായങ്ങൾ പൂർണ്ണമായും കുറ്റിയേറ്റു. 1957 മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിത്തറ ഈ 3 മേഖലയിലെ സ്ത്രീകളും പുറമെ കർഷക തൊഴിലാളികളും നിർമ്മാണ തൊഴിലാളികളും വ്യാപാര മേഖലയിലെ തൊഴിലാളികളും ചുമട്ടുകാരും ആയിരുന്നു. ചുമടല്ലാതെ മറ്റൊരു തൊഴിൽ മേഖലയും ഇപ്പോൾ നിലനിൽക്കുന്നില്ല. കയർ, കശുവണ്ടി, കൈത്തറി എന്നിവയിലെ ശേഷിക്കുന്ന തൊഴിലാളികൾക്ക് സംഘടനാ ബന്ധമില്ല. കർഷക തൊഴിലാളി എന്ന വംശം തന്നെ ഏറെക്കുറെ അവസാനിച്ചു. നിർമ്മാണ തൊഴിലിലെ എല്ലാ മേഖലകളിലും അതിഥി തൊഴിലാളികൾ നിറഞ്ഞു. ഹോട്ടൽ, ചില്ലറ വ്യാപാര മേഖലയിലും തൊഴിലാളികൾ തദ്ദേശീയരല്ല. യന്ത്രവൽക്കരണത്തോടെ 60% ഇല്ലാതായ ചുമട്ടു തൊഴിൽ മേഖലയിൽ മാത്രമാണ് ഇപ്പോഴും യൂണിയനുകൾ പ്രവർത്തിക്കുന്നത്. പുതിയ തൊഴിൽ മേഖലകളിൽ കമ്മ്യൂണിസത്തിനെന്നല്ല ഒരു ട്രേഡ് യൂണിയനും പ്രവേശനം ഇല്ല. അവരിലേക്ക് കയറുന്നത് ഒന്നുകിൽ തീവ്ര വലതാശയങ്ങളാണ്, അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയും 2020യും പോലെ മധ്യവർഗ സിദ്ധാന്തങ്ങൾ. എന്തുകൊണ്ട് വോട്ട് ചോർച്ച ഉണ്ടായി? ഇടതുപക്ഷത്തെ BJPക്ക് ബദൽ ആയി ദേശീയ തലത്തിൽ കാണുന്നില്ല എന്നാണ് ആ കണ്ടെത്തൽ. 2019ലെയും 2024ലെയും തെരഞ്ഞെടുപ്പിൽ ഇതായിരുന്നു സ്ഥിതി. BJPക്ക് ഏതെങ്കിലും തരത്തിൽ ബദൽ ആകാൻ ഇടതുപക്ഷത്തിന് കഴിയുമെന്ന ധാരണ കേരളത്തിൽ വളർന്നില്ല. അതുകൊണ്ടാണ് 2019ൽ കിട്ടിയ 35.1% വോട്ട് പോലും 33.35 2024ൽ കുറഞ്ഞത്. 2014ൽ ഇടതുപക്ഷത്തിന് കിട്ടിയത് 40.2% വോട്ടായിരുന്നു. 2004 വരെ ദേശീയ തലത്തിൽ ഇടതുപക്ഷം ബദൽ ആകുമെന്ന തോന്നൽ വോട്ടർമാരിൽ ഉണ്ടായിരുന്നെങ്കിൽ 2009 മുതൽ അത് ഇടിഞ്ഞു തുടങ്ങി. അപ്പോൾ BJPയിലേക്ക് പോയി എന്ന് CPIM വിലയിരുത്തിയ വോട്ടുകൾ ഏതാണ്? BJPയിലേക്ക് 3 തരത്തിലാണ് വോട്ട് ചോർച്ച ഉണ്ടായത്. ആദ്യത്തേത് BDJS വഴി NDAയിലേക്ക് പോയത്. രണ്ടാമത്തേത് ക്രിസ്ത്യൻ വോട്ടർമാരിൽ ഒരു വിഭാഗം BJPയെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചത്. മൂന്നാമത് AKG, EMS, അച്യുതമേനോൻ തുടങ്ങിയവരുടെ സ്വാധീനത്താൽ പരമ്പരാഗതമായി ഇടതുപക്ഷത്തിനൊപ്പം നിന്നിരുന്ന മേൽത്തട്ട് വിഭാഗം പൂർണ്ണമായും കൈയൊഴിഞ്ഞത്. ഇങ്ങനെ വോട്ടുമറിയാനുള്ള പല കാരണങ്ങളിൽ ഒന്ന് വ്യക്തമായി കേന്ദ്ര കമ്മിറ്റി എഴുതി വച്ചിട്ടുണ്ട്. ഇൻസ്റ്റൻസസ് ഓഫ് arrogant behavior of cadres from top to bottom are alienating people from the party. മുകളിൽ മുതൽ താഴെത്തട്ട് വരെയുള്ള പ്രവർത്തകരുടെ ധാർഷ്ട്യം
ജനങ്ങളെ പാർട്ടിയിൽ നിന്ന് അകറ്റുന്നു. മുസ്ലിം ലീഗിനെ പ്രശംസിച്ചത് ദോഷം ചെയ്തു എന്ന് തന്നെയാണ് CPIM വിലയിരുത്തിയിരിക്കുന്നത്. SDPIക്കും ജമാഅത്തെ ഇസ്ലാമിക്കും ഒപ്പം ചേർന്നുള്ള മുസ്ലിം ലീഗ് നീക്കങ്ങൾ തുറന്നു കാണിക്കുക തന്നെ വേണം എന്നാണ് കേന്ദ്ര കമ്മിറ്റി എഴുതി വച്ചത്. മുസ്ലിം സമുദായത്തോടല്ല, മതേതരത്വ നിലപാടുകളെക്കുറിച്ച് ജനങ്ങളോട് മൊത്തത്തിലാണ് പറയേണ്ടത് എന്നും കേന്ദ്ര കമ്മിറ്റി തിരുത്തുന്നു. മുസ്ലിം പ്രീണനം നടത്തുന്നു എന്ന ആരോപണം ഉടച്ചു വാർക്കുക തന്നെ വേണം എന്നും കേന്ദ്ര കമ്മിറ്റി എഴുതി വച്ചിട്ടുണ്ട്. അതോടൊപ്പം SNDP നേതൃത്വം BJPക്ക് ഒപ്പം ചേർന്ന സ്ഥിതിക്ക് ഇനി ഒത്തുതീർപ്പുകൾ വേണ്ട എന്നും കേന്ദ്ര കമ്മിറ്റി നിർദ്ദേശിച്ചു. വളരെ വ്യക്തമായി ഇക്കാര്യങ്ങളൊക്കെ CPIM കണ്ടെത്തിയിട്ടുണ്ട്. ശരിക്കും കേന്ദ്ര കമ്മിറ്റിയുടെ ഈ തീരുമാനത്തിന് പിന്നാലെയാണ് PV അൻവർ കലാപം തുടങ്ങിയത്, KT ജലീൽ ഇനി മത്സരിക്കാനില്ലെന്ന് പ്രഖ്യാപിച്ചത്, കാരാട്ട് റസാഖ് തുറന്നടിച്ചത്. അപ്പോൾ ഒരേ ഒരു ചോദ്യം കൂടി, ഇത്ര വലിയ പരാജയം ഉണ്ടാകുമെന്ന് പാർട്ടി നേരത്തെ അറിഞ്ഞിരുന്നു? ഇല്ല എന്നാണ് കണ്ടെത്തൽ. തെരഞ്ഞെടുപ്പിന് മുമ്പും ശേഷവും കിട്ടും എന്ന് കണക്കാക്കിയ വോട്ടുകളും ശരിക്കും കിട്ടിയതും തമ്മിൽ വലിയ അന്തരമുണ്ട്. This shows that the party units are unable to gauge the mood of the people and their preferences. ജനങ്ങളുടെ വികാരം എന്താണെന്നും അവരുടെ മുൻഗണന എന്താണെന്നും അറിയുന്നതിൽ പാർട്ടി യൂണിറ്റുകൾ പരാജയപ്പെട്ടു എന്നാണ് അപ്പറഞ്ഞതിന്റെ അർത്ഥം. ഇതിനപ്പുറം വലിയൊരു വിലയിരുത്തൽ വേറെ വരാനില്ല. സ്പോട്ട്ലൈറ്റ് ഇനി മറ്റൊരു വിഷയവുമായി നാളെ. നമസ്കാരം.